നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ ഓർഗനൈസ് ചെയ്യാൻ പറ്റാത്തതാണ് പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലേ? ഈ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന എപ്പോഴാണെന്നറിയോ? നമ്മൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ. ഈ ചിന്തകളെ ഓർഗനൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷനും ഓർഗനൈസ്ഡ് അല്ലാതാവും. നമ്മുടെ ചിന്തകളെയൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഫ്രെയിം വർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ പേര് ട്രാഫിക് സിഗ്നൽ ഫ്രെയിം വർക്ക് എന്നാണ്. ഒരു ട്രാഫിക് സിഗ്നൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ രീതിയിൽ നമ്മുടെ ചിന്തകളെ ഓർഗനൈസ് ചെയ്ത് നമുക്ക് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ട്രാഫിക് സിഗ്നലിൽ എത്തുമ്പോൾ റെഡ് കാണുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. കാരണം മറ്റ് ദിശകളിൽ നിന്നൊക്കെ വാഹനങ്ങൾ പോകേണ്ട സമയമാണ്. അപ്പൊ നമ്മൾ അവിടെ വണ്ടി നിർത്തിയേ പറ്റൂ. യെല്ലോ ആവുമ്പോൾ നമ്മൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങും. ഗ്രീൻ ആവുമ്പോൾ നമ്മൾ വണ്ടി പതുക്കെ മൂവ് ചെയ്യും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനും. നമ്മുടെ ബ്രെയിനിലേക്ക് പല സൈഡിൽ നിന്ന് പല ചിന്തകൾ ഒരുമിച്ച് വരും. ഈ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ റെഡ് സിഗ്നൽ ഇട്ട് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മൊത്തത്തിൽ കൺഫ്യൂഷനായി നമ്മൾ ബ്ലാങ്ക് ആയി പോകും. അതിനുശേഷം നമ്മൾ ആ ചിന്തകളെ ഓർഗനൈസ് ചെയ്ത് തുടങ്ങണം. അതായത് യെല്ലോ കളർ ആലോചിക്കുക. സോ അവിടെ നമ്മൾ ഓർഗനൈസ് ചെയ്യാനുള്ള ടൈമാണ്. നമ്മൾ ഏതാദ്യം പറയണം, രണ്ടാമത് എന്ത് പറയണം എന്ന് ചിന്തിക്കുവാനുള്ള സമയമാണ്. ദെൻ ഗ്രീൻ സിഗ്നൽ ഇട്ട് നമുക്ക് പതുക്കെ മുന്നോട്ട് പോവാം. ഒരുപാട് ഫാസ്റ്റ് ആവുക എന്നുള്ളതിനേക്കാൾ കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങളെ ഒരു ബെറ്റർ കമ്മ്യൂണിക്കേറ്റർ ആക്കുന്നതും അത് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊന്ന് മനസ്സിലുണ്ടായിക്കോട്ടെ. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് പ്ലീസ് ഡു ഫോളോ.